തമിഴ്നാട് ട്രഡീഷണൽ അയ്യരാത്ത് മോർക്കുഴമ്പ്. അപ്പോൾ ചെയ്യാൻ വാങ്ങോ. ഹലോ, വെൽക്കം ബാക്ക് ടു ഷിബൂസ് ആൻഡ് മീനൂസ് കോർണർ. അപ്പോൾ ഇന്ന് നമ്മൾ മോർക്കുഴമ്പ് ചെയ്യാൻ പോവുക. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുമ്പളങ്ങ എടുത്ത് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് അകത്തുള്ള സീഡ്സ് മാറ്റിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തഡിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കുമ്പളങ്ങ ഒന്ന് വേവട്ടെ, അതിനുള്ളിൽ നമുക്ക് അരയ്ക്കാനുള്ളത് എടുക്കാം. ഒരു മിക്സി എടുക്കാം, അതിൽ 1 സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് തേങ്ങ, നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ 1 സ്പൂൺ അരി, പിന്നെ 1 സ്പൂൺ പരിപ്പ് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ നേരം. പിന്നെ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ മോർക്കുഴമ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല കട്ടിക്കുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 400 ml തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം വേണ്ടിയിട്ട് എടുത്തോ. പിന്നെ ഇത് നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് നമ്മൾ ട്രഡീഷണൽ തമിഴ്നാട് സ്റ്റൈലിൽ ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കണേ. ഈ തൈര് പുളിക്കാൻ പാടില്ല, പുളി ഇല്ലാത്ത തൈരാണ്, നല്ല തൈരാണ്. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു പാത്രം വയ്ക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് 1 കുഴിക്കരണ്ടി അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ട് എണ്ണ ചൂടാവട്ടെ, നമുക്ക് കടുക് വറുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 1 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 4-5 ഉഴുവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കടുക് ഉഴുവയും ഒക്കെ പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വറ്റൽ മുളക് 3 എടുത്തിട്ടുണ്ട്, അത് ഒന്നുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ച കുമ്പളങ്ങ ഉണ്ടല്ലോ, അതൊന്ന് ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് അരച്ച് വെച്ച തേങ്ങ പേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച തൈരും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സി വെറുതെ ഉണ്ടല്ലോ, അതൊന്ന് കഴുകി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, വേസ്റ്റ് ചെയ്യണ്ട. ഇപ്പോൾ ഈ സമയം നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് നല്ല മിക്സാക്കി കൊടുക്കാം. ഇത് ബോയിലാവാൻ പാടില്ല. ഇങ്ങനെ ചെറുതായിട്ട് ബോയിലായി വരുമ്പോൾ തന്നെ നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് ബോയിലാവുമ്പോൾ ഇത് മുറിഞ്ഞു പോവും, അതുകൊണ്ടാണ്. ഇങ്ങനെ തിരിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആയിപ്പോകും തൈര്, അതുകൊണ്ടാണ് നമ്മൾ ബോയിലാവാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതിലെല്ലാം ആൾറെഡി വെന്തതല്ലേ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. ഈ മോർക്കുഴമ്പ് റെസിപ്പി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പേഴ്സണലി. ഇത് നമ്മുടെ അയ്യർ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുടെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ നമുക്കും കിട്ടും. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ സ്റ്റേജ് മതി, നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തെടുക്കാം. അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് കൊത്തമല്ലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടടാ, തമിഴ്നാട് സ്റ്റൈൽ അയ്യരാത്ത് മോർക്കുഴമ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.